എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ 156-ാമത്തെ എന്റെ ഫ്ലോട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എടി ശോഭേ, എന്താ കുറച്ച് ക്ലേ ഇങ്ങോട്ട് എടുത്തിട്ട് പാടി. അത് ആവശ്യത്തിന് നിങ്ങൾ തലക്കകത്തുണ്ടല്ലോ, അത് അങ്ങോട്ട് എടുത്തത്. ഇപ്പൊ എന്റെ തലേന്ന് ഞാൻ ഇങ്ങോട്ട് ഇടാം. ബാക്കി നിന്റെ അച്ഛൻ വന്നിട്ട് ഞാൻ ഉണ്ടാക്കാം. ഇതിപ്പോ ഉണ്ടാക്കി വന്നപ്പോ എന്റെ ഭാര്യയെക്കാള് സുന്ദരിയാണല്ല. ഇത് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയത്തേ ഇല്ല. പറ അങ്ങോട്ട്. ഇല്ല പറ. ഇല്ല പറഞ്ഞില്ല, നിങ്ങളെ നാവ് ഞാൻ പിഴുതെടുക്കും. അപ്പൊ ഞാനിങ്ങനെ ടച്ച് നക്കും. മനുഷ്യ, മര്യാദക്ക് ഈ പ്രതിമ ഇവിടുന്നിട്ട് മാറ്റി. നിനക്ക് മാത്രമുള്ള എന്നെ ഒരു വിലയില്ലാത്തത്. നീ ആ സിന്ധു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്ക്, ഞാൻ അടിപൊളി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ സമ്മതിച്ച്. ഞാൻ അവിടെ പോയി കണ്ടായിരുന്നു. മണ്ടയില്ലാത്ത തെങ്ങിന്റെ മുകളിൽ കൂടി കിളുത്തു വന്ന രൂപം. ഇത് മണ്ടയില്ലാത്ത തെങ്ങല്ല, അത് മൊട്ട രാജേന്ദ്രന്റെ പ്രതിമയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ ദൈവമേ, നിങ്ങൾക്ക് മലയാളത്തിലുള്ള നടന്മാരുടെ പ്രതിമയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? മലയാളത്തിലെ തള്ളക്കുള്ളി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്ന് ശോഭേ. അതൊക്കെ പോട്ടെ, എന്തുവാ ഇത് ലണ്ടനിലെ ഒരു രാജകുമാരിയെ ഉണ്ടാക്കിയത് അല്ല, ഇതൊരു മണ്ടൻ രാജകുമാരി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതൊക്കെ പോട്ടെ, തുണി ഒന്ന് മാറ്റിക്കേ. എന്തുവാ ആ പ്രതിമേന്റെ തുണി ഒന്ന് മാറ്റാൻ? എന്റെ ദൈവമേ, എന്തുവായി പറഞ്ഞ് ഇങ്ങോട്ട് മുഴുവനായിട്ട് മാറ്റി മനുഷ്യ അങ്ങോട്ട്. ദൈവമേ, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്. കറക്റ്റ് ശ്രീവിദ്യ മുല്ലശ്ശേരി. അതൊന്നല്ല, ഇന്നലെ കോമഡി മാസ്റ്റേഴ്സ് കണ്ടപ്പോ നിങ്ങൾ ഓളെ തന്നെ നോക്കിക്കുന്ന ഞാൻ കണ്ടതാ. ഇനി ഞാൻ വളഞ്ഞു കഴിഞ്ഞാൽ എന്റെ തല എന്നെ ചന്തിയിലടിക്കും, ഞാൻ മരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആ പരിപാടി കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ഇംപ്റ്റേഷൻ പോരാ എന്ന് പറഞ്ഞ ആ കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചതാണ് എന്റെ പൊന്നോ. എനിക്കതൊന്നും കേൾക്കണ്ട. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ശ്രീവിദ്യ. എനിക്ക് രണ്ടെണ്ണത്തിനാ വേണ്ടടി. എനിക്ക് എന്റെ ഫ്ലോട്ട് മാത്രം മതി. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി ശോഭേ, നീ എന്താടി കാണിച്ചത്? അയ്യോ, ഇനി കരക്കാർ വരുമ്പോ ഞാൻ എന്തോന്ന് പറയും. അയ്യോ, ഞാനിപ്പോ വരാം. എവിടെ പോവാ? ഞാനൊരു ഫാൻ മാറ്റിട്ട് വരട്ടെ. ഇപ്പൊ എന്തിനാ? എടീ, കരക്കാർ വരുമ്പോ ഇവിടെ കെട്ടിത്തൂങ്ങാൻ പോലും ഒരു ഫാനില്ല. ചേട്ടാ, ഇട്ടപ്പോ പൊട്ടൂന്ന് ഞാൻ അറിഞ്ഞില്ല. തൊട്ടപ്പോ പൊട്ടുമെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അയ്യോ, ഒട്ടിക്കാൻ പറ്റുമോ? പിന്നെ പഞ്ചറല്ലേ ഒട്ടിക്കാൻ. ഇനിയിപ്പൊ എന്തോ ചെയ്യുന്നത്? ഒറ്റ ഐഡിയ ഉള്ളു, നീ രാജകുമാരി ആവണം. അതൊന്നും നടക്കുകയല്ല. നടക്കട്ടാ, നീ ഇങ്ങനെ പ്രതിമായിട്ട് നിന്നാ മതി. എനിക്ക് പറ്റത്തില്ല. നീ അല്ലേ തല്ലി പൊട്ടിച്ചത്? എന്റെ അടുത്ത് ചൂടാവുന്ന ഇത് തല്ലി പൊട്ടിച്ചത്. അപ്പൊ നീ വേണ്ടി അത് ചെയ്യാൻ 6 മിനിറ്റ് സമയമുള്ളല്ലോ പൊന്ന് കരളെ ചക്കരെ കപ്പൽ. നീ ഇവിടെ ഒന്നില്ലേ? അപ്പൊ നീ ഒരുങ്ങുന്നില്ലെന്ന്. നിങ്ങൾ ഉണ്ടാക്കിയ കോലല്ലേ, ഇത്രയൊക്കെ പോരെ? അതും ഒന്ന് പറഞ്ഞോടിക്കാൻ നേരല്ല. ഒരുങ്ങി വെച്ച് ആ കരക്കാരൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. എനിക്ക് എടുത്തിട്. അയ്യോ, അങ്ങനെ കെട്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് വരലേ എപ്പോഴൊന്നും. എന്റെ പൊന്നോ, ഈ പ്രാവശ്യത്തെ ഏറ്റവും ഹിറ്റ് പ്ലോട്ട് ആയിരുന്നു. നിങ്ങൾ ഈ പരിപാടി ഒന്ന് നിർത്തോ, വേറെ വല്ല പണിക്ക് പോയി. അപ്പൊ കഞ്ഞി എങ്ങനെ കുടിക്കും? എന്തിനാടി? അയ്യോ, ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ മാർക്കോസ് വയലിൽ. അത് കാലിൽ വരുന്ന ഒരു രോഗമില്ലേ? അത് വെരിക്കോസ് വെയിൻ. കുന്നുംപുറത്ത് വരികയാണേ. ഉരുൾപൊട്ടി വന്നതാണ്. ആണ്ടടക്കുന്നത്. എടാ, കുന്നുംപുറത്ത് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണേ. ഞാനാണ് ഇതിന്റെ ആള്. ഏതിന്റെ? ആ പ്രതിമയുടെ ആള്. എങ്ങനെ? ഓക്കെ അല്ലേ? അണ്ണാ ഓക്കെ അല്ലേ? എന്നാ പ്രതിമാണ്. അയ്യോ അയ്യോ, അത് വാക്കെടുക്കുവോ എന്തോ. എങ്ങനെയുണ്ട്? അയ്യോ അയ്യോ, പൊളിഞ്ഞടി താത്തറി. അണ്ണ, ഇത് സൂപ്പർ. ഇത് പൊക്കി വയ്യടി. ഐസ്മാൻ പവ. നൈസിന് നിയമനങ്ങ കല്യാണം കഴിച്ചല്ലടി. പ്രതി പോലും വിടാത്ത പൊട്ടി. ഇതിന് പറഞ്ഞായിരുന്നോ? സംഭവം ഓക്കെ. ഇതെന്താ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ? ലണ്ടൻ രാജകുമാരി. ലണ്ടൻ രാജകുമാരിക്ക് എന്തൊരു നൈറ്റി? നൈറ്റിയാ? ലണ്ടൻ നൈറ്റി ഇല്ലേ? ഉണ്ടാ? ഉണ്ട്. അവിടെ പിന്നെ മാക്സി വരെ ഉണ്ട്. അതുകൊണ്ടല്ലേ മെക്സിക്കോ എന്ന് പറയുന്നത്. ആണല്ലേ? അത് ഓക്കെ. ഞാനൊന്ന് തൊട്ടു വന്നാൽ കുഴപ്പമുണ്ടോ? ഈ ക്ലേ ഉണങ്ങിയില്ല. ഞാൻ തോന്നട്ടെ. സഹോദരാ, തുച്ചിടാതെ എങ്ങനെ വർക്കായി? അതെ അതെ അതെ.
സെൻസർ. സെൻസറാ? അതെ, ആര് വന്ന് നിന്നാലും അത് അനങ്ങും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എവിടെ? ചിലപ്പോ വല്ല വേറെ വിട്ടുപോയിരിക്കും. അത് ശരിയായിക്കോളാം. സഹോദര, എന്തോ ഒരു പിശ കൊണ്ടത്. ഒരു കുഴപ്പമില്ലെന്ന്. അതെ, ഇതിനകത്ത് വേറെ വർക്കൊന്നുമില്ലേ? ഉണ്ട്. ഞാൻ ഈ സ്വിച്ച് അമൃത്തും ഇപ്പൊ നോക്കിക്കോടെ. സ്വിച്ച് ഇട്ടടി. കിടുക്കി. അത് മാത്രമല്ല, ഇതിനകത്ത് ഞാൻ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നുണ്ട്. ഒരു ലണ്ടൻ അസുരനായിട്ട്. നോക്കിക്കോടെ. ഇട്ടടി. എങ്ങനെയുണ്ട്? എന്റെ ഉത്സവത്തിന് ഇത് ഞാൻ ഫിക്സ് ചെയ്ത്. കാര്യം ചെയ്, നിങ്ങൾക്ക് തരാനുള്ള ബാലൻസ് 2 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്യാം. ഇങ്ങോട്ട് തന്നേരണ്ട, അങ്ങേക്ക് എടുത്ത് മരുന്ന്. പ്ലോട്ട് അത് സീസൺ കഴിയുമ്പോ ഞാൻ നേരെ റിസർവ് ബാങ്കിന് കൊടുക്കും. എന്തിന്? അവിടെ നോട്ടെണ്ണ മെഷീൻ എന്താ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. സത്യം പറവണ്ണ, ഇത് പ്ലോട്ട് തന്നെ. ഇത് അയ്യോ പോരാളി, ഒന്ന് ചെയ്യല്ലേ. ഇത് പ്ലോട്ട് കിളിട്ടൊന്നുമല്ല, ഇതെന്റെ ഭാര്യ ശോഭ. 2 ലക്ഷം രൂപയുടെ പ്ലോട്ട് എവിടെയാടാ? ഇല്ല, ഇതാണോ 2 ലക്ഷം രൂപയുടെ പ്ലോട്ട്? താണ്ടിരിക്കുന്ന ഒരു കൈ. അയ്യോ, ഒരു കയ്യോ ഒരു കാല് 2 ലക്ഷം രൂപയ്ക്ക്. എടാ ബാബു, നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ. ഹലോ ഐഷു. എന്നാ ഉണ്ട്? സൂപ്പർ, അടിപൊളി. സൂപ്പർ ആയിരുന്നല്ലോ പെർഫോമൻസ് ഒക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ചേച്ചിമാരെ പറയണേ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ഐ വിൽ കിൽ യു ഓർഡർ ഇവിടുന്ന്. നോ, ഭയങ്കര നൈസായിരുന്നു അതൊക്കെ. ഒരുപാട് ഇരുന്ന് ചിരിച്ചു. എന്ത് പറയുന്നു ശ്വേത ചേച്ചി? ഐശ്വര്യ, you were fantastic. നല്ല ഐശ്വര്യക്ക് ഇപ്പോ ഇതിന് മുമ്പേയും ഇവിടെ വന്ന് പെർഫോം ചെയ്ത് ഭയങ്കര ലൈവ്ലി ആണ്. ഭയങ്കര ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി ആണ്. ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഡോമിനേറ്റിംഗ് ആകും. അപ്പോൾ അത് വേറെ എത്ര ക്യാരക്ടർ ഉണ്ടെങ്കിലും ഐശ്വര്യ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഐശ്വര്യനെ സൂപ്പറായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ രാജേഷ്, വെരി ഗുഡ്, നന്നായി ചെയ്തിട്ടുണ്ട്. ഷാൻ എൻട്രി എല്ലാം നന്നായിരുന്നു. പക്ഷെ എവിടെ പോയിട്ട് എന്ത് പറ്റി, എന്തോ ഒരു പെർഫോമൻസിൽ ഷാൻ അധികം ഇല്ലാത്ത പോലെ. എന്ത് പറ്റി? അല്ല, ലെങ്ത് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കുറച്ചപ്പോ അങ്ങനെ ആയിപ്പോയതാ. അതാണ് അത്. ഇതിപ്പം കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് കുറച്ചും കൂടെ ടൈം എടുത്തു. നമ്മൾ ഒരുപാട് ചിരിച്ചു. സ്പെഷ്യലി രാജേഷും ഐശ്വര്യന്റെ ആ ഒരു ഫുൾ ബൊമ്മേന്റെ ഇതെല്ലാം ഇല്ലേ, ആ ഒരു ഡോൾ പോലെ തന്നെയാണ് ഐശ്വര്യ ചെയ്ത്. നമുക്ക് നോക്കാം എത്രയാണ് ഇവർ നേടിയിരിക്കുന്നത് എന്നുള്ളത്. യെസ്, നോക്കാം. താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ആ 19,000 ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? താങ്ക് യു. അപ്പൊ എമൗണ്ട് കയറിയിട്ടുണ്ട്, അതിൽ ഹാപ്പി ആയിക്കോ. ഈ മൂടൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഷാൻ ബ്രോയ്ക്ക് ഈ സ്കിറ്റ് അല്ലാണ്ട് വേറൊരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഫ്ലൂട്ട് വായിക്കും. ഇൻസ്ട്രുമെന്റ് ഫ്ലൂട്ട് വായിക്കും. പഠിച്ചിട്ടില്ല, തനിയെ പഠിച്ചിട്ടില്ല. അതിങ്ങനെ എത്ര വർഷമായി? അതപ്പം ഒരു 4-5 വർഷമായി. 4-5 വർഷമായി അല്ലേ? ചേച്ചിമാർക്ക് വേണ്ടി നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നമുക്ക് തിരിച്ച് നല്ലൊരു ഗംഭീര പെർഫോമൻസ് കൊടുക്കാം. അത് ഷാൻ ബ്രോന്റെ ശരി, ആയിക്കോട്ടെ. ഇതിനിടെ കൂടി പാടുന്നുണ്ട്. ആണോ? എന്റെ കൂടെ അപ്പൊ നിങ്ങളൊരു മെഗാ ഷോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ, ഇവരുടെ സ്കിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത് ഇവരുടെ ഒരു മെഗാ ഷോ ആണ്. പാട്ട്, ഫ്ലൂട്ട് എല്ലാം കൂടെ ഉണ്ട്. നല്ലൊരു കൈ കൊടുക്കാം. സുഖതമീരാവിൽ പ്രണയശലഭങ്ങൾ അണയുമൂരാഗദൂതുമായി വർണ്ണദീപശോഭയിൽ എൻ്റെ ഓർമ്മ പുൽകവേ മണ്ണിലാണു നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ.
ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം